ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ വീണ്ടും റഷ്യൻ ആക്രമണം. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജനവാസ മേഖലയിലായിരുന്നു റഷ്യൻ ആക്രമണം. US സമാധാന നിർദ്ദേശങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ കരട് ധാരണയിൽ ഈ ഭേദഗതികളൊക്കെ വരുത്താനുള്ള നീക്കങ്ങൾ തുടരുന്നതിനിടെയാണ് സംഭവം. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചതായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ പറയുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, വളരെ നിർണായകമായ ഒരു വിവരമാണ്. അതായത് ഒരു ഭാഗത്ത് സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നു, അതിനുവേണ്ടി അന്താരാഷ്ട്ര രാജ്യങ്ങളൊക്കെ ഇതിനുവേണ്ടി അങ്ങ് കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് മറുഭാഗത്ത് വീണ്ടും ആക്രമണം തുടരുന്നത്. എപ്പോഴായിരുന്നു ഈ റഷ്യൻ ആക്രമണം? എന്താണ് ഈ റഷ്യയെ ഇതിൽ പ്രകോപിപ്പിച്ചത്? ഈ ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഐസൻ ഉണ്ടായത്? അശ്വതി, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കെട്ടിടങ്ങളിൽ, അതായത് ഉയർന്ന അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വലിയ തോതിൽ ആക്രമണം നടന്നിട്ടുണ്ട്. കീവിലാണ് വിവിധ ജില്ലകളിൽ, കീവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 13 വയസ്സായ കുട്ടിക്ക് ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. കേവലം ഒരു കീവിൽ അല്ലെങ്കിൽ യുക്രൈനെതിരെ നടന്ന ഒരു ആക്രമണം എന്നതിനപ്പുറം ഈ പ്രശ്നം കുറേ കൂടി ഗൗരവം അറിയിക്കുന്നുണ്ട്. റഷ്യ ഇന്നലെയാണ് സമാധാന ചർച്ചകൾ സംബന്ധിച്ച 28 നിർദ്ദേശങ്ങൾ തത്വത്തിൽ അംഗീകരിക്കാമെന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. പുടിൻ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു. ഇന്നലെ അത് വലിയ തോതിൽ വാർത്താ മാധ്യമങ്ങളിൽ എത്തുകയും സ്ഥാനം പിടിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടന്നത്. അപ്പോഴും റഷ്യൻ പ്രസിഡന്റ് കൃത്യമായൊരു നിലപാട് എടുത്തിരുന്നു. ഡോൺബാസ് മേഖലയിൽ നിന്നുള്ള യുക്രൈൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം ഉണ്ടായില്ലെങ്കിൽ ആ മേഖലയിൽ അത്തരത്തിലൊരു സൈനിക നീക്കം നടത്തും, ബലപ്രയോഗത്തിലൂടെ തന്നെ അത്തരമൊരു നീക്കം നടത്തുമെന്നൊരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഏതാണ്ട് 2-2.5 മണിക്കൂർ മുമ്പ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ അശ്വതി ചോദിച്ചതുപോലെ ഇത്തരത്തിൽ ഗൗരവമായ ചർച്ചകൾ തുടരുന്നൊരു സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും, ബ്രിട്ടനും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ നടന്നു. അത്തരത്തിൽ വിവിധ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ അലയൊലികൾ ഈ സമാധാന നിർദ്ദേശങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അശ്വതി, തീർച്ചയായും ഐസൻ, എന്തായാലും അങ്ങനെ തന്നെ കണക്കാക്കണം. ഒരു ഭാഗത്ത് സമാധാനം പുലരാൻ വേണ്ടി, ഉക്രൈനിലും റഷ്യയിലും സമാധാനം പുലരാൻ വേണ്ടി അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സമാധാന ഭേദഗതികളിലൊക്കെ ഒരു കരട് കൊണ്ടുവരുന്നു. എന്തായാലും ഉക്രൈൻ അതിനിടെയാണ് റഷ്യയുടെ ഒരു അപ്രതീക്ഷിത ആക്രമണം. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ.